PYQ ഡിസ്കഷനാണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചെയ്തു വരിക. വരാൻ പോകുന്ന പരീക്ഷകളുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നത്. നോക്കിക്കോണേ. അല്ല, ആദ്യത്തെ ചോദ്യം നോക്കിയേ. ചോദ്യം എങ്ങനെയാണ്? ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ് വെൽ. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദായുണ്ട്, വിത്ത് ഉണ്ട്. ഏതാ? നമുക്കവിടെ സാധാരണ പെന്നിന് മുന്നിൽ നമ്മൾ ചേർക്കുന്ന ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ എ പെൻ എന്നാണ് ചേർക്കുന്നത്. പക്ഷേ നമുക്കിവിടെ എ പെൻ ഇതാ ഇവിടെ വന്നിട്ടുമുണ്ട്. ഐ ബോട്ട് എ പെൻ, ഞാനൊരു പേന വാങ്ങിച്ചു. ആ പേന നന്നായിട്ട് എഴുതാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ ആ പേന കൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ആ പേന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പേന ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചേർക്കാൻ പറഞ്ഞു? ദാ ചേർത്തിട്ട് പറയാൻ പറഞ്ഞു. ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദാ ചേർത്തിട്ട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ദായാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാ വരുന്നത്? ഓപ്ഷൻ ദാ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ദ പ്രിൻസിപ്പിള് along with his staff dash going for a picnic. ആറുണ്ട്, ഈസ് ഉണ്ട്, വേർ ഉണ്ട്, അവർ ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് along with രണ്ട് സബ്ജക്റ്റുകളെ വിത്ത്, along with, together with. ഏതൊക്കെയാ വാക്കുകള്? വിത്ത്, along with, together with, rather than, more than, അതുപോലെ in the company of, accompanied by, followed by, in addition to. In the company of, accompanied by, followed by, in addition to, besides. അടുത്ത വാക്യതാ? besides, as well as, as much as, like, unlike, including, not including, excluding, not excluding. ലാസ്റ്റത്തെ വാക്ക് and not. ഇതിൽ ഏതെങ്കിലും വാക്കുകൾ വെച്ച് ബന്ധിപ്പിച്ചാൽ അതിൽ ആദ്യം വരുന്ന സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. അതിൽ ആദ്യം വരുന്ന സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ ഇവിടെ നോക്കിയേ. വിത്ത് വെച്ചിട്ടാണ്, എലോങ് വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം വരുന്ന സബ്ജക്റ്റ് ദ പ്രിൻസിപ്പിൾ ആണ്. ദ പ്രിൻസിപ്പിൾ സിംഗുലാർ ആയതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എന്ത് എഴുതണം? സിംഗുലാർ എഴുതണം. 6 പ്ലൂറലാണ് വരില്ല. ഈസ് സിംഗുലാർ വരാം, വേറെ പ്ലൂറലാണ് വരില്ല, അവർ എന്ന് പറയുന്ന ഓക്സിലറി അല്ല. നമുക്ക് ഏതാ? ഈസ് അവിടെ ഉത്തരമായിട്ട് അതൊന്ന് ഓർമ്മയിലിരിക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസ്. അതുപോലെ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന വാക്കുകളുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തത് എയ്തർ ഓർ, ഒന്നാമത്തെ വാക്കാണ് എയ്തർ ഓർ. രണ്ടാമത്തത് നൈദർ നോർ, രണ്ടാമത്തെ വാക്ക് ഏതാ? നൈദർ നോർ. മൂന്നാമത്തത് നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. നാലാമത്തത് ഓർ. ഈ വാക്കുകൾ വെച്ച് ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ആം ഡ്രിങ്കിങ്, ഡ്രിങ്ക്സ്, ഡ്രിങ്ക്, ഈസ് ഡ്രിങ്കിങ്. ഇതിൽ ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ നോക്കിയേ, നമ്മൾ ടെൻസിൽ പഠിച്ചാണ് യൂഷ്വലി വരുന്ന സെന്റൻസുകളില് യൂഷ്വലി എന്ന വാക്ക് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം. ഇതാ ഇവിടെ V1 വന്നിട്ടുണ്ട്. ഐ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് V1 വന്നിട്ടുണ്ട്. ഇനി ടുഡേ എന്ന വാക്ക് പഠിച്ചതാണ്. ടുഡേ എന്ന വാക്ക് പ്രസന്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതെഴുതാം? ഈസ്, ആം, ആറ് കഴിഞ്ഞിട്ട് ING ഉത്തരമായിട്ട് എഴുതാം. നമുക്ക് ആം പ്ലസ് ING ഉണ്ട്, ഈസ് പ്ലസ് ING ഉണ്ട്. ഇനി ഐയോടൊപ്പം എപ്പോഴും ആമേ ചേരുള്ളൂ. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് ആം പ്ലസ് ING, ആം ഡ്രിങ്കിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. നമ്മളൊരു കോഡ് പഠിച്ചു. എങ്ങനെയാ കോഡ്? സാത്താൻ, SATAN, സാത്താൻ പ്ലസ് ഈസ്, ആം, ആറ് പ്ലസ് ING, സാത്താൻ പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ING. എസ്സിൽ വരുന്ന വാക്ക് സ്റ്റില്. എ ആണെങ്കിലോ അറ്റ് പ്രസന്റ്, എയിൽ വരുന്ന വാക്ക് അറ്റ് പ്രസന്റ്. ടിയിൽ വരുന്ന വാക്ക് ടുഡേ, ടിയിൽ വരുന്ന വാക്ക് ടുഡേ.
അടുത്ത എയിൽ വരുന്ന വാക്ക് അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. എന്നിൽ വരുന്ന വാക്ക് നൗ, അതുപോലെ റൈറ്റ് നൗ, നൗ റൈറ്റ് നൗ. ഈ വാക്കിൽ ഏത് വന്നാലും ഉത്തരം ഏത് എഴുതാം? ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി. അടുത്ത ചോദ്യം നോക്കി. ദിസ് ഹൗസ് ഈസ് ഡാഷ് ദാൻ മൈ ഹൗസ്. അസ് ബിഗ്ഗസ് ഉണ്ട്, ബിഗ്ഗർ ഉണ്ട്, ദ ബിഗ് ഉണ്ട്, ദ ബിഗ്ഗസ്റ്റ് ഉണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ എങ്ങനെയാ പഠിച്ചത്? തന്നിരിക്കുന്ന ചോദ്യത്തിൽ സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം. ഇനി ഡാഷ് കഴിഞ്ഞിട്ട് ദാൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് കമ്പാരറ്റീവ് ഡിഗ്രി എഴുതാം. ഇനി ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതാം. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബിഗ്, കമ്പാരറ്റീവ് ഡിഗ്രി ബിഗ്ഗർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ബിഗ്ഗസ്റ്റ്. അതാണല്ലോ നമുക്ക് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി. കമ്പാരറ്റീവ് ഡിഗ്രി ഇആറിൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്ക് കമ്പാരറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്ക് സൂപ്പർലേറ്റീവ്. അപ്പൊ നമുക്ക് ഏതാ ഇവിടെ ദാൻ കിടക്കുന്നു, അപ്പൊ ഏതെഴുതാം? ബിഗ്ഗർ. ഓപ്ഷൻ ബി ബിഗ്ഗർ അവിടെ ഉത്തരമായിട്ട് എഴുതും. അടുത്ത ചോദ്യം നോക്കിയേ. ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് 1931. ഓൺ ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഇന്നുണ്ട്, വിത്ത് ഉണ്ട്. പഠിച്ചതാണ്. വർഷങ്ങൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ഇന്ന് ചേർത്ത് പറയാം. ആഴ്ചകളുടെ പേരിന് മുന്നിൽ, ആഴ്ചകളാണെങ്കിൽ ഓണ് ചേർത്തിട്ട് പറയാം. ഡേറ്റിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ഓണ് ചേർത്തിട്ട് പറയാം. അതുപോലെ മാസങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ഇന്ന് ചേർത്തിട്ട് പറയാം. ഒന്നിനുള്ളിലേക്ക് എന്ന് സൂചിപ്പിക്കാനാണ് ഇൻറ്റു. കൂടെ അല്ലെങ്കിൽ വിത്ത് എന്നർത്ഥം വരുന്നിടത്താണ് വിത്ത് ഉപയോഗിക്കുന്നത്. കൂടെ അല്ലെങ്കിൽ ഒപ്പം, കൂടെ അല്ലെങ്കിൽ വിത്ത് എന്നല്ല, കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്ന അർത്ഥത്തിൽ വിത്ത് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഉത്തരം വരുന്നു? വർഷമായതുകൊണ്ട് ഇന്ന് ചേർത്തിട്ട് പറയുന്നു. ഓപ്ഷൻ സി ഇന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. വൺ ഓഫ് ഹിസ് ഡാഷ് ഈസ് സ്റ്റഡിയിങ് ഇൻ മുംബൈ. അവിടെ കോൺകോർഡുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഏതാ? വൺ ഓഫ്, അതുപോലെ ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ടും തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, എന്നാൽ വെർബ് സിംഗുലാർ. സബ്ജക്റ്റ് പ്ലൂറൽ, വെർബ് സിംഗുലാർ. ഏതൊക്കെയാ? വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇവിടെ നോക്കി. വൺ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഇതിന്റെ ഭാഗത്ത് ഡാഷ് വന്നിട്ടുണ്ട്, ഹിസ് എന്നേ വന്നിട്ടുള്ളൂ. ഈസ് സിംഗുലാർ വെർബ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെഴുതണം? സിംഗുലാർ സബ്ജക്റ്റ്. സൺ ആണ് സിംഗുലാർ, സൺ സിംഗുലാർ, പ്ലൂറലാണ് സൺസ് എന്ന് പറയുന്നത്. അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ത്യ എന്നർത്ഥത്തിന് സണ്ണി വരില്ല. അപ്പൊ നമുക്ക് ഏതാ? സൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ സൺ അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം. ഹി റാൻ ഡാഷ്. അതും ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യം. ഫാസ്റ്റ് ഉണ്ട്, ഫാസ്റ്റ്ലി ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. അപ്പൊ ആഡ് വെർബാണ്. റാനിന്റെ പ്രത്യേകതയാണ് നമ്മൾ എഴുതേണ്ടത്. റാൻ എങ്ങനെ ഓടി, അവൻ എങ്ങനെ ഓടി? ഫാസ്റ്റ് ആയിട്ട് ഓടി, ഫാസ്റ്റ്. ഹി റാൻ ഫാസ്റ്റ്. ഫാസ്റ്റ്ലി എന്ന് പറയില്ല, ഫാസ്റ്റ്ലി എന്ന് ഇത് തെറ്റാണ്. ഫാസ്റ്റ് എന്ന വാക്ക് അഡ്ജക്റ്റീവായും ആഡ് വെർബായിട്ടും ഉപയോഗിക്കാം. ഫാസ്റ്റ് അഡ്ജക്റ്റീവും ആണ്, ആഡ് വെർബും ആണ്. ഇനി എന്തുകൊണ്ട് സ്വിഫ്റ്റ് ഉപയോഗിച്ചത്? സ്വിഫ്റ്റും വേഗത്തിൽ എന്ന അർത്ഥത്തിൽ ഒരു വിശേഷണമാണ്. പക്ഷെ അവിടെ സ്വിഫ്റ്റ്ലി എന്ന് വന്നിരുന്നെങ്കിൽ ആഡ് വെർബായതിനെ. നമുക്കിവിടെ ആഡ് വെർബാണ് വരേണ്ടത്. എൽവയിൽ അവസാനിക്കുന്ന വാക്കെല്ലാം ആഡ് വെർബുകളാണ്. ഓക്കെ, ഫാസ്റ്റ്ലി തെറ്റാണ്, ഫാസ്റ്റ്ലി പറയില്ല. ഫാസ്റ്റ് തന്നെയാണ് അഡ്ജക്റ്റീവും ആഡ് വെർബും. അടുത്ത ചോദ്യം. ദ വേർഡ് ഹാർമണി മീൻസ് ഡാഷ്. ഹാർമണി എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാപ്പിനെസ്, സാഡ്നെസ്, കംപ്ലീറ്റ്, എഗ്രിമെന്റ്. ഒത്തുചേരുക, ഒത്തൊരുമ, കൂട്ടം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു എന്ത് ചെയ്യും? ഇപ്പൊ നേച്ചുറൽ ഹാർമണി, നേച്ചറുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നു. ഒത്തുചേരുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഏതാ? ഓപ്ഷൻ ഡി എഗ്രിമെന്റ് എന്നാണ് വരുന്നത്. എഗ്രിമെന്റ്. അടുത്ത ചോദ്യം നോക്കിയേ. സീസ് എന്നതിന്റെ
എന്താ സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീസ് എന്നതിന്റെ സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളതൊക്കെ അറിയാം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുക, ക്യാച്ച് പിടിക്കുക, റിട്ടേൺ തിരിച്ചു വരിക, ലീവ് വിട്ടുപോവുക. സീസ് വണ്ടിയൊക്കെ സീസ് ചെയ്തു, പിടിച്ചു, വണ്ടി സീസ് ചെയ്തുകൊണ്ട് പിടിച്ചോണ്ട് പോയി, സീസ്. അപ്പൊ അതേതാ ബി ഓപ്ഷൻ ആണ്. സീസ് മീൻസ് ക്യാച്ച് എന്നാണ്, ടു ക്യാച്ച് എന്നാണ്. ഗിവ് അപ്പ് ഒരു ഫ്രൈസൽ വെർബാണ്. ടു അബാൻഡൻ വിട്ടുപോകുക, റിട്ടേൺ തിരിച്ചു വരിക, ലീവ് വിട്ടുപോകുക. അടുത്ത് നോക്കിയേ, ദ അന്റോണിം ഓഫ് വേർഡ് ഓഫ് അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന വാക്കിന്റെ അന്റോണിം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ അഡോപ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ദത്തെടുക്കുക എന്നാണ്, ദത്തെടുക്കുക. ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ചേർന്നു പോകുക, ഒരുമിക്കുക എന്നർത്ഥത്തിലൊക്കെ പറഞ്ഞു. ഒരുമിച്ച് പോവുക, ചേർന്ന് പോവുക. ഇനി അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡപ്റ്റ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ചെയ്യാനുള്ള പ്രത്യേക കഴിവെന്നാണ്. അതൊരു കൺഫ്യൂസിങ് വേർഡുകൾ കൂടിയാണ്. ഇനി ഇവിടെ ചേർന്ന് പോകുക, അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ചേർന്ന് പോകുക, നന്നായിട്ട് പോകുക, ഇണങ്ങി പോവുക. മിസ്ഫിറ്റ് ഏതാ? എ ഓപ്ഷൻ മിസ്ഫിറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. മിസ്ഫിറ്റ് അവിടെ ഉത്തരമായിട്ട് പോകുന്നത്. മിസ്ഫിറ്റ് ആണ് ഉത്തരമായിട്ട് പോകുന്നത്. ഓക്കെ, എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചേരുക, നന്നായിട്ട് പോവുക എന്ന അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? മറ്റേ പ്രിസണർ ആവുന്നതിന്റെ ഓപ്പോസിറ്റ് റിലീസ് ചെയ്യുക. ഇനി അഡപ്റ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് ആണ് ഗുഡ് അറ്റ് ഡൂയിങ്. സ്റ്റോപ്പ് എന്നത് മറ്റൊരു വാക്ക്. ഓക്കെ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കിയത് 10 ചോദ്യങ്ങളാണ്. ഞാൻ മുമ്പ് പറയും പോലെ തന്നെ 10ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ചോദ്യങ്ങൾ വളരെയധികം നന്നായിട്ട് നോക്കുക. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളൊന്ന് വായിച്ചൊക്കെ നോക്കുക. ഓക്കെ, താങ്ക് യു.